വേദിയിലേക്ക് വരാൻ പോകുന്നത് ഒരു വൺ മാൻ ഷോയുമായി കിരൺ ആണ്. കിരൺ ചെങ്കൽ. കിരൺ നമസ്കാരം. നമസ്കാരം. കിരൺ ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ സ്റ്റാർ ചെയ്യണതിന് മുമ്പ് കുറച്ച് രണ്ട് ജീവികളുടെ മോഭാവം ഒന്ന് കാണിക്കാം. ഓക്കെ, രണ്ട് ജീവികളുടെ മുഖഭാവം കാണിക്കാൻ പോവാണ്. ആദ്യം ഒട്ടകപ്പക്ഷിയെ കാണിക്കാം. ഒട്ടകപ്പക്ഷി ഒരു 3 മുട്ട ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ ഇരിക്കുന്ന സമയം പെട്ടെന്നൊരു ശബ്ദം കേട്ടിട്ട് പുള്ളിക്കാരി പെട്ടെന്ന് തിരിഞ്ഞ് നോക്കണേണ്. അതായത് ഈ മുട്ടയുടെ ആരെങ്കിലും വരണമെന്ന് പെട്ടെന്ന് നോക്കി ദേഷ്യവും പേടിയും എല്ലാം കൊണ്ടൊരു മോഭാവമാണ് മനസ്സിലാവാൻ പോണേ. അപ്പം ചേച്ചി എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയാൽ മതി, ഞാനത് ഇഷ്ടം. താങ്ക് യു. അത് കൊള്ളാല്ലേ. സാധാരണ എലിയുടെ മുഖഭാവമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് കൂടുതൽ. ഇനി അടുത്ത അതാണോ? ഞാൻ അനിമൽ പ്ലാന്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ പെട്ടെന്ന് അനിമൽ പ്ലാനറ്റ് കണ്ടോണ്ടിരുന്നപ്പോ പെട്ടെന്ന് കിട്ടിയ ഐഡിയ ആണ്. കൊള്ളാട്ടോ. ഇതൊക്കെ വല്ലതും കണ്ടൂടെ വല്ലപ്പോഴും? ഈ ആനിമൽ പ്ലാനറ്റ് എന്ന് പറയുന്നൊരു ചാനലും ഉണ്ട്, മനസ്സിലായോ? അടുത്ത് നമുക്ക് പുള്ളിക്കാരിയുടെ ഭർത്താവിനെ കാണാം, ഒട്ടകത്തിനെ കാണാം. ഒട്ടക പക്ഷിയുടെ ഭർത്താവാണ് ഒട്ടകം. ഓ ഒട്ടകം. ഹലോ, വെറുതെ സ്കൂളിൽ പോയി, ഒരാവശ്യമില്ലായിരുന്നു. അനിമൽ പ്ലാന്റ് കണ്ടാ മതിയായിരുന്നു. നമ്മള് ചൂയിങ്ങൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ ചോദിക്കണേ? അതെ. അപ്പം പുള്ളിക്കാരി അവിടെ ഒന്ന് പുല്ല് തന്നിട്ട് ചോദിക്കുന്ന ഒരു ഫിഗറാണ് പുള്ളിക്കാരൻ ചെയ്യണത്. പുള്ളിക്കാരനാണോ പുള്ളിക്കാരിയാണോ? പുള്ളിക്കാരൻ. ഭർത്താവാണല്ലോ. പുള്ളിക്കാരൻ ചാവയ്ക്കുന്ന കാണാൻ. താങ്ക് യു. കൊള്ളാം, അടിപൊളി. ഇനി അടുത്തത് സ്റ്റാർസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആദ്യം നല്ലൊരു ചിരി തന്നിട്ടുണ്ട്. അപ്പൊ ഇനി എന്താണ് സ്റ്റാർസിൽ? എന്താണ് സ്റ്റാറില് ചേട്ടൻ്റെ കൂടെയൊക്കെ തന്നെ അഭിനയിച്ച നമ്മളെ സ്റ്റേറ്റ് വിന്നറായ വിനായൻ ചേട്ടനെ ഫസ്റ്റ് ഒന്ന് നിന്റെ അടുത്തൊന്ന കാശിനാണ് എന്നോട്ട് വരുത്തിച്ച കാശിനാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ ചില സ്നേഹബന്ധമൊക്കെ വേണ്ടതാ. കയ്യിൽ കാശുള്ളതുകൊണ്ട് ഞാൻ ഇടന്മാർക്ക് എന്നോട് ഭയങ്കര സ്നേഹമുണ്ട്. പായത്തിന് എനിക്ക് ഞാൻ കാശിനോട്ടും ഇപ്പം കാശുമില്ല സ്നേഹവും. മറ്റൊരാളുടെ കയ്യിലുള്ള കാശ് നമ്മളെ പോക്കറ്റ് വരുത്തുന്ന ബിസിനസ്, അതൊരു കലയല്ലേ? താങ്ക് യു. ഓ അടിപൊളി അടിപൊളി. അടുത്തത് നമ്മുടെ പണ്ട് ശ്വാസോസിനൊക്കെ സബ് ചെയ്ത ഗോവൻ ചേട്ടൻ ചാനലിൽ ലൈവ് പറഞ്ഞാണ്, അതൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. 60കളിലാണ് ഞാൻ ആദ്യമായി ഡൽഹിയിലെത്തുന്നതും ആകാശവാണിയിൽ ഒരു ന്യൂസ് കാസ്റ്ററായി ചേരുന്നതും. അത് കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞ് സ്ഥിരം വാർത്താ അവതാരകനായി. ഒരു പ്രത്യേകത, ടെലിവിഷൻ അതിൻ്റെ ശൈശവ ദിശയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അതായത് റേഡിയോ കൊടികുത്തി വാണ്ടിരുന്ന കാലത്ത് ദിവസേന ഒരു നേരമെങ്കിലും ശ്രോതാക്കളുമായി സംവദിക്കാൻ കഴിഞ്ഞതിൽ വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. താങ്ക് യു. സൂപ്പർ. ഇങ്ങനൊരു വോയിസ് നമ്മൾ കേട്ട് ആരും ഇമിറ്റേറ്റ് ചെയ്ത് കേട്ടിട്ടേ ഇല്ല അദ്ദേഹത്തിന്റെ ശബ്ദം. ഓക്കേ, താങ്ക് യു. അടുത്തതായിട്ട് സുനിൽ സുഗത. സുനിൽ സുഗത. ആഹാ, കോടതിയുടെ അഹങ്കാരം തന്റെ പട്ടി കൊടുക്കണ്ട, ആന കൊടുത്താ മതി. നീതിയോ? നിനക്ക് കഴിഞ്ഞ ആഴ്ചയല്ലേ ജോയിയെ നീതി വാങ്ങിത്തന്നത്? കോഴിമുട്ടയോ? കോഴിമുട്ടയിലിടോ, കോഴിമുട്ടലാട്ടം കാട്ടം കണ്ണൂർ നോക്കണോ? ഇന്ദ്രജിത്തിന്റെ വോയിസ്. ഇന്ദ്രജിത്തിന്റെ വോയിസ്. ഓക്കേ. പിള്ളേച്ച, ഇവനാണോ ആള്? നീ എന്നോടാ മീശ മാധവൻ. നാളെ വരുമ്പോഴേ ആ മീശ കാണരുത്, വഴിച്ചേച്ചും വരണം, ക്ലീൻ ഷേവ്ഡ്. ഓക്കെ, സാറ് പറഞ്ഞ പോലെ വാളേറത്ര നല്ല ചിലവായിരുന്നെങ്കിൽ എങ്ങനെയാണ് സാർ ഇത്ര കേസുകളിവിടെ ഉണ്ടാവുക? താങ്ക് യു. വെരി ഗുഡ് ജോബ്. താങ്ക് യു. അഭിപ്രായം ഒന്നാണല്ലോ എനിക്ക് പറയാൻ. നമ്മുടെ ബാക്കിയെല്ലാം സ്റ്റാർസിനെല്ലാം പറഞ്ഞതെല്ലാം ശബ്ദമെല്ലാം കറക്റ്റ്. ബാക്കി സ്റ്റാർസിൻ്റെ ഒക്കെ പറഞ്ഞാൽ നമ്മൾ കേൾക്കാത്ത ഡയലോഗുകളാണ് പറഞ്ഞത്. ആ ഇന്ദ്രജിത്തിന്റെ മാത്രം ആ പഴയ എല്ലാവരും പറയുന്നത് ഞാൻ സ്റ്റേജിലൊക്കെ അതാണ് ചെയ്യുന്നത്. അത് മാറ്റി പറയണം. അത് പണ്ട് വരെ എല്ലാവരും പറഞ്ഞു വരുന്ന സംഭവം മീശ മാധവൻ, അതൊന്ന് മാറ്റിയാൽ മതി. ബാക്കി എല്ലാം ഓക്കെ ആയിരുന്നു. ഗുഡ്. താങ്ക് യു. അടിച്ചു പൊളിച്ചു, സൂപ്പറായിരുന്നു. താങ്ക് യു. തകർത്തു. താങ്ക് യു. പിന്നെ ഒട്ടകപ്പക്ഷിയുടെയും ഒട്ടകത്തിന്റെയും അത് കറക്റ്റാ കേട്ടോ. കണ്ണൊക്കെ പെട്ടെന്ന് ആ രീതിയിലേക്ക് മാറിപ്പോയി പെട്ടെന്നല്ലേ, ഒരു സെക്കൻഡ് ഉണ്ട്. ഇത് ആ ഹൈറ്റും നോക്കി, +2 ആയതേ ഉള്ളൂ, ഉത്തരത്തിൽ മുട്ടാറായി. എന്തായാലും ഉയരത്തിലേക്ക് പോയിക്കോട്ടെ, പോട്ടെ, ഉയർന്നു പോട്ടെ. അടിപൊളിയായിരുന്നു, സൂപ്പർ. താങ്ക് യു. ഒട്ടകപ്പക്ഷിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പൊ നമ്മളൊന്നും അധികം കണ്ടിട്ടില്ലല്ലോ, ആരും ഈ ഇരിക്കുന്നവരാരും അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ ആയിരിക്കും, ഒട്ടകപ്പക്ഷിയുടെ അവരെന്താ കാണിക്കലായിരിക്കും, നമുക്കൊരു ചെറിയ ഒരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടായി. പക്ഷെ അത് കാണിച്ചപ്പോൾ നമ്മുടെ മുമ്പിൽ ഒട്ടകപ്പക്ഷി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നി. വളരെ നന്നായിരുന്നു. താങ്ക് യു.
അപ്പോൾ അടിപൊളി. +2 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പം നല്ലോണം പഠിക്കുക, നല്ലോണം പെർഫോം ചെയ്യുക, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക. നല്ലൊരു കലാകാരനാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഹൈറ്റ്സിലും എത്താൻ കഴിയട്ടെ കിരൺ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.